മുൻ എഡിഎമായിരുന്ന നവീൻ ബാബു ജീവനൊടുക്കിയത് കുറ്റബോധം കൊണ്ടെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ PB ഹർഷകുമാർ. വിഷയത്തിൽ PP ദിവ്യ തെറ്റുകാരിയല്ല, CBI അന്വേഷണം കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും ഫേസ്ബുക്ക് വീഡിയോയിൽ ഹർഷകുമാർ പറയുന്നു. PP ദിവ്യ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം തന്റെ മക്കളെയും ഭാര്യയും കുടുംബത്തെയും ഒന്നും ഓർക്കാതെ ഒറ്റയടിക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഏതുതരം മനസ്സാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്? അപ്പൊ ആ മരിച്ച ആള് ഈ കുറ്റബോധം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അപ്പൊ അതിന് PP ദിവ്യ തെറ്റുകാരിയാണെന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല. തന്നെ ഇപ്പൊ UDF ഇപ്പൊ ഈ CBI കൊണ്ട് അന്വേഷിപ്പിച്ചാലും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്? ശ്രീരാജ് ബാബു ഉണ്ട്, വിവരങ്ങളുമായി ശ്രീരാജ് പറയാം. CBI അന്വേഷണത്തിന് സർക്കാർ തീരുമാനമാകുന്നു എന്നതിന് പിന്നാലെ മാധ്യമങ്ങളോട് നവീൻ ബാബുവിന്റെ കുടുംബമടക്കം പ്രതികരിച്ചിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPIMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും CITUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ PB ഹർഷകുമാർ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും PP ദിവ്യയെ അനുകൂലിച്ചുകൊണ്ടും നവീൻ ബാബുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുമാണ് ആ വീഡിയോയുടെ ഒരു ഉള്ളടക്കമുള്ളത്. നവീൻ ബാബു ജീവനൊടുക്കിയത് അദ്ദേഹത്തിന്റെ കുറ്റബോധം കൊണ്ടാണ്. യാത്രയയപ്പ് യോഗത്തിലേക്ക് അനുവാദമില്ലാതെ കയറി ചെന്നു എന്ന തെറ്റ് മാത്രമാണ് PP ദിവ്യ ചെയ്തത്. PP ദിവ്യ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ ആത്മഹത്യ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ PP ദിവ്യ കുറ്റക്കാരിയാണ് എന്ന് താൻ കരുതുന്നില്ല എന്നാണ് PB ഹർഷകുമാർ പറയുന്നത്. CBI അന്വേഷണം കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റമുണ്ടാക്കാൻ ഈ കേസിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഭരണകർത്താക്കൾ അത് ചോദ്യം ചെയ്യപ്പെടും. വൈകാരികമായി പ്രശ്നങ്ങളെ സമീപിക്കുന്ന മാധ്യമങ്ങളും ഒരുപറ്റം ജനതയുമാണ് ഈ കേരളത്തിലുള്ളത് എന്ന തരത്തിലും ആണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു സാരാംശം PP ദിവ്യയെ സംരക്ഷിച്ചും അവരെ പിന്തുണച്ചും ആണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നവീൻ ബാബുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പറയുന്നുണ്ട്. എന്തായാലും നവീൻ ബാബു കേസിൽ CBI അന്വേഷണം വന്നു കഴിഞ്ഞാലും ഏതെങ്കിലും തരത്തിൽ PP ദിവ്യയോ അല്ലെങ്കിൽ SIT അന്വേഷിച്ചതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനോ സാധിക്കില്ല എന്നാണ് PB ഹർഷകുമാർ പറയുന്നത്. സോന. ശരി, ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.